ഇത് ഏതൊക്കെ പോസിബിൾ അല്ല എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ല് ഏത് ഷെല്ല? എൽ ഷെല്ല്. എൽ ഷെല്ലിലാകുമ്പോഴത്തേക്കും അതിന്റെ എന്താണ് എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? എസും ബിയും എല്ലിന്റെ വാല്യൂ എന്താ? 2 വരും. ഓക്കെ. ഇനിയും അതേപോലെ തന്നെ എന്താണ് എം എൽ, അവിടുത്തെ എം എല്ലിന്റെ വാല്യൂ എന്താ? അതായത് 0യും 1ഉം വരാം അല്ലെ? 2 വാല്യൂസ് എന്ന് പറയുമ്പോൾ എല്ലിന്റെ വാല്യൂ ഏതൊക്കെ വരാം? 2 വാല്യൂ. അതായത് 0 അല്ല, എല്ലിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. എല്ലിന്റെ വാല്യൂ ഏതൊക്കെ വരാം? എസും ബിയും എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 0യും 1ഉം അല്ലേ? 0 വരുമ്പോഴത്തേക്ക് എസ്, 1 വരുമ്പോഴത്തേക്ക് എത്ര? പി. ആ എല്ലിന്റെ വാല്യൂ 2 വാല്യൂ എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായി? 2 വാല്യൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എസും ബി. അങ്ങനെയാണെങ്കിൽ അതവിടെ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ പോസിബിൾ അല്ലാത്ത ഏതാണ്? നോക്കട്ടെ ഒരു സെക്കൻഡ്. മൂന്നാമത്തെ പോസിബിൾ എല്ലിന് 2 കൊടുത്താൽ എം-ന്റെ വാല്യൂ ഏതൊക്കെയായിരിക്കും? -2, -1, 0, 1, 2 ആണല്ലോ. പക്ഷെ എമ്മിന്റെ വാല്യൂ 3 വരുമോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ അല്ല. അപ്പം ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അതേതൊക്കെയാ? n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ L1, അടുത്ത ഓപ്ഷൻ ഏതാ? അടുത്ത ഓപ്ഷൻ വരാത്ത ഓപ്ഷൻ ഏതാ? രണ്ടോ മൂന്നോ എണ്ണം വരെ നമുക്കറിയത്തില്ല. സെറ്റ്സ് ഓഫ് കോണ്ടന്റ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ ശരിയാ, അതൊന്നും നോക്കാനില്ല. കാരണം n2, L1, ML1 അത് ശരിയാ. പ്ലസ് ഹാഫ്. ഒന്നാമത്തെ രണ്ടാമത്തെ ഏതാ ശരി വരുന്നത്? രണ്ടാമത്തെ ശരിയാ. -0 എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കണ്ട. -0 എന്ന് പറയുമ്പോൾ 0 തന്നെ. ഏതാ ശരിയല്ലാത്തത്? അപ്പം ഫസ്റ്റ് വൺ ശരിയല്ല. ശരിയല്ലേ? അപ്പം നോക്കിക്കോ, ഈ രണ്ടെണ്ണമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത സാധനങ്ങൾ. ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ നിങ്ങൾ എടുത്ത് എഴുതണം. അപ്പൊ നിങ്ങൾ ജസ്റ്റിഫൈ. എല്ലിന് 2 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? എല്ലിന് 2 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? എസും പിയും. അതായത് ഇവിടെ നോക്കിക്കോണം. എല്ലിന് 2 വന്നാൽ എസും പിയും എന്നാണോ അർത്ഥം? അല്ലല്ലോ. എസിന്റെ വാല്യൂ എത്ര ഇപ്പോഴും? 0. പിയുടെ വാല്യൂ എത്ര? 1. ഡിയുടെ വാല്യൂ എത്രയാണ്? 2. എഫിന്റെ വാല്യൂ എത്രയാണ്? 3. ഇതാണ് എല്ലിന്റെ വാല്യൂസ് വരുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 2 വരുമെന്ന് പറയാം. എല്ലിന്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഡി സബ് ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിനകത്ത് ഡി സബ് ഷെൽ വരും. കെ ഷെല്ലിനകത്ത് എസ് മാത്രം. എൽ ഷെല്ലിനകത്ത് എസും ബിയും ഉണ്ട്. എൻ ഷെല്ലിനകത്ത് എസും ബിയും ഡിയും വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഡി സബ് ഷെൽ എന്തായാലും വരത്തില്ല. എല്ലിന് 2 വരുമ്പോൾ ഡി സബ് ഷെൽ വരത്തില്ല. അപ്പൊ എന്നിന് 2 വരുമ്പോൾ എല്ലിന് 3 വന്നായിരുന്നെങ്കിൽ കിട്ടിയാണ്. ഇത് ശരിയായിരുന്നു. അപ്പൊ ഇതും തെറ്റാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കും. ഇതിന്റെ ആൻസർ ഇത് രണ്ടെണ്ണമാണ്. അതായത് പോസിബിൾ അല്ലാത്ത രണ്ടെണ്ണം ഇതും 1ഉം 3ഉം ആണ് എന്റെ ആൻസർ. Calculate the uncertainty in the velocity of a cricket ball of mass 130 gram if the uncertainty is in its position
is of order 1.2 ആംസ്റ്റർ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണെന്നറിയാമോ? എന്തുവാ? ഏതാണ്? If the uncertainty in its position is of order 1.2 ആംസ്റ്റർ. നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇക്വേഷൻ എന്തായിരുന്നു? എന്തായിരുന്നു? It is impossible to calculate exact position and exact momentum or velocity of a electron with absolute accuracy ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ എന്താ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇങ്ങനെയായി അൺസർട്ടനിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നുകൂടെ ഇത് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു പിനെ നമുക്ക് എം ഡെൽറ്റ വി എന്നാക്കാം. ഗ്രേറ്റർ ദാനോ വരെ നമുക്ക് തൽക്കാലം ഈക്വൽ ടു എന്നാക്കാം. ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആക്കാം. ഈക്വൽ ടു ഇട്ട് ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ, ഇത് ഈക്വൽ ടു എച്ച് ബൈ 4π ആക്കാം. എന്തോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കും. ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എച്ച് ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു എം ഡെൽറ്റ വി താഴെ വന്നാൽ പോലെ എം ഡെൽറ്റ വി താഴെ വന്നാൽ മതി. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കാരണം എന്താ? എച്ചിന്റെ വാല്യൂ നമുക്കറിയാം 6. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു മാസ് എത്ര വന്നിരിക്കുന്നത്? 130 ഗ്രാം. ആ കിലോഗ്രാം ആക്കണം. ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ ഗ്രാം ആക്കാം. അത്രയും കിലോഗ്രാം, ഗ്രാമിനെ കിലോഗ്രാം ആക്കി. ഇൻറ്റു എന്താണ് ഇതിന്റെ വെലോസിറ്റി എത്ര വന്നിരിക്കുന്നത്? വെലോസിറ്റി അല്ലല്ലോ, ഈ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് ഡെൽറ്റ വി ആക്കിയാൽ മതി. ഇത് ഡെൽറ്റ വിയും ഇവിടെ ഡെൽറ്റ എക്സും. അത് എത്ര തന്നിരിക്കുന്നത്? 1.2 ആംസ്ട്രോങ് അല്ലേ? അപ്പൊ അതിനെ മീറ്റർ ആക്കുമ്പോൾ 1.2 ഇൻറ്റു 10⁻⁻10 ചെയ്തു. ഇത്രയും ചെയ്ത് ഞാൻ ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയേ. ആൻസർ വരുന്നത് അത് ചെയ്ത് നോക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അടുത്തിലോട്ട് പോവാ, കാരണം ടൈമില്ല, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ. അത് ചെയ്ത് നോക്കുക. അപ്പൊ ഫൈനൽ ആൻസർ അതിന്റെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി.
among the following electronic configurations configurations, which one is correct? Substantiate your answer. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ. അതിന്റെ കാരണം എന്താ? ഹൺസ് റൂൾ. വെരി ഗുഡ്. കാരണം ഹൺസ് റൂൾ അനുസരിച്ച് നോക്കിയപ്പം ഇത് ഫില്ലായി. ഇത് 1s ആയിരിക്കും, ഇത് 2s ആയിരിക്കും, ഇത് 2p ആയിരിക്കും. 1sനകത്ത് ഫില്ലായി കഴിഞ്ഞ് 2sനകത്ത് ഫില്ലാവും. 2pക്കകത്ത് നോക്കി എവിടെ നോക്കിയാൽ ഫസ്റ്റിനകത്ത് ആദ്യം ഇങ്ങനെ മുകളിലോട്ട്, അടുത്ത കണ്ട താഴോട്ടാണ് ഫില്ല് ചെയ്യുന്നത്, പിന്നെ മുകളിലോട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ഒരേ ഡയറക്ഷനിൽ പേരിങ് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പേരിങ് നടക്കത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ 3 പേർ ചെയ്ത്, ഇവിടെ ഓൾറെഡി 2 പേർ ചെയ്തിട്ട് ഇവിടെ അല്ല 2 വന്നിട്ട് ഓൾറെഡി ഒന്നാമത്തെ പേരിങ് സ്റ്റാർട്ട് ചെയ്തു, അതും പറ്റത്തില്ല. അപ്പം ഇതിന്റെ കൃത്യം ആൻസർ ഇതാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷിയേറ്റിന്റെ ഉത്തരം according to Hund's rule of multiplicity, electron pair occur only after partially filling all the degenerate orbital. Hund's rule of multiplicity in area due to Hund's rule of multiplicity. അത് ആ ബോർ പോസ്റ്റ്ലേറ്റ് ഒക്കെ പഠിച്ചോണം കേട്ടോ. ബോർ പോസ്റ്റ്ലേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഗെയിൻ എൻതാൽപ്പി of fluorine is less negative than that of oxygen. അതിന്റെ റീസൺ എന്താ? More than that of oxygen അല്ല കേട്ടോ, ക്ലോറിൻ ആണ്. അതിന്റെ കാരണം എന്താ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ താല്പര്യം കുറവാണെന്ന് അർത്ഥം. അങ്ങനല്ലേ നമ്മളൊന്ന് പഠിപ്പിച്ചേ? ലെസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ താല്പര്യം കുറവ്. മോർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ താല്പര്യം കൂടുതൽ. അപ്പൊ ഇവിടെ ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ താല്പര്യം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫ്ലൂറിനെക്കാട്ടും. അതിന്റെ കാരണം എന്താ അറിയോ? അവരുടെ ഷെല്ലിന്റെ ഫ്ലൂറിന്റെ
ഫ്ലൂറിന്റെ ഇപ്പം ഫ്ലൂറിൻ വരയ്ക്കുവാണെങ്കിൽ 2 എത്ര 9 അല്ലേ 9 ആണ്. ഇപ്പൊ 2 7 1 2 ഷെല്ല്. അപ്പൊ 1 2 1 2 3 4 5 6 7. ക്ലോറിൻ വരയ്ക്കുവാണെങ്കിൽ 17 2 8 7. അപ്പൊ 1 2 3 അല്ലേ 3 ഷെല്ല് ശരിയല്ലേ ആണോ 3 ഷെല്ല് ശരിയല്ലേ ഓക്കെ ഓക്സിജൻ അല്ല ഞാനത് ക്ലോറിൻ ആക്കിയായിരുന്നു. ഓക്കെ അപ്പം ഇവിടെ നോക്കിയേ രണ്ടാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനോട് തൊട്ടടുത്തായിരിക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ അകലെയാണ് മൂന്നാമത്തെ ഷെല്ല് ശരിയല്ലേ. അപ്പൊ രണ്ടാമത്തെ ഷെല്ലാണല്ലോ ഇവിടെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ബാക്കിയുള്ള ന്യൂക്ലിയസിന് അടുത്തായതുകൊണ്ടും ബാക്കിയുള്ള ഇലക്ട്രോൺസ് എല്ലാം അടുത്തടുത്തിരിക്കുന്നതുകൊണ്ടും എന്ത് സംഭവിക്കും അവർ റിപ്പൽ ചെയ്യും. ഓക്കെ ഈ വരുന്ന ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും. ഓക്കെ ഈ ഇതിനോ ഇത് മൂന്നാമത്തെ ഷെല്ല് ആഡ് ചെയ്യുന്ന നമ്മുടെ ന്യൂക്ലിയസിന് ഒത്തിരി അകന്നുമാണ്. മാത്രമല്ല ഷെല്ലുകൾ തമ്മിൽ ഇച്ചിരി എന്തുണ്ട് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പൾഷൻ കമ്പയറബിൾ ടു ഫ്ലൂറിൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവനെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ഒരു താല്പര്യം കുറവും ഇവന് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതാണ് അതിന്റെ റീസൺ. ലെസ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് താല്പര്യം കുറവ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എഴുതിക്കോളൂ. when an electron is added to fluorine it enters into the smaller second shell due to smaller size the electron suffer more repulsion from the other electron. But for Cl, the incoming electrons goes to the larger third shell. So repulsion is low. Hence chlorine adds electron more easy than fluorine. Another question. First ionization enthalpy. Ionization enthalpy of sodium is lower than that of magnesium. But its second ionization enthalpy is higher than that of magnesium. Why? Can I explain on that? എന്താ ആൻസർ? സോഡിയത്തിന് 11
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 281. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള അയണൈസേഷൻ എനർജി കുറവാണ്. അതായത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി കുറവാണ്. എന്നാൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്ര ഇലക്ട്രോൺസ് ആണ്? പിന്നീട് എത്ര? ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ മോസ്റ്റ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയി 2 സ്റ്റേബിളിൽ നിന്ന് ഇലക്ട്രോണിനെ പിന്നെ റിമൂവ് ചെയ്യാൻ എന്തായിരിക്കും? പാടായിരിക്കും. അപ്പൊ കൂടുതൽ അയണൈസേഷൻ എനർജി ഉപയോഗിക്കണം. മനസ്സിലായി? എന്നാൽ മാഗ്നീഷ്യത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എളുപ്പമാണ്, പെട്ടെന്ന് കുറവായിരിക്കും. സെക്കൻഡും കുറവാണ്. കാരണം 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താലേ മാത്രമേ അത് 8 ആകത്തുള്ളൂ, സ്റ്റേബിൾ ആകത്തുള്ളൂ. ഇവിടെ ഒന്ന് റിമൂവ് ചെയ്താലേ എന്തായി മാറും? 8. അപ്പൊ രണ്ടാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ എന്താ? നല്ല കൂടുതൽ അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടി വരും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ എഴുതേണ്ടത്, അതായത് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ, ആഫ്റ്റർ ദ removal of one electron, Na gets the stable configuration, configuration. So it has lower first ionization energy enthalpy and higher second ionization. Another question. A group of ions are given. Ions are given below. Find one pair which is not isoelectronic. Na plus, Al3 plus, Ca2 plus, Br minus, F minus. Isoelectronic species എന്ന് പറഞ്ഞാൽ എന്താ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ്. അതല്ലാത്ത ഒരു പേരിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പം Na പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര? 2, 8, ഒരെണ്ണം പോയ അവസ്ഥയാണ്, 10 ഇലക്ട്രോൺസ്. Al3 പ്ലസ് എന്ന് പറയുമ്പോൾ 3 എണ്ണം പോയ അവസ്ഥ, അപ്പോഴും എത്രയാ? 2, 8, 10 ഇലക്ട്രോൺസ്. Ca2 പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര? 2 എണ്ണം പോയ അവസ്ഥ. അപ്പൊ Ca2 പ്ലസ് എന്ന് പറയുമ്പോൾ മൊത്തം 20, 20 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 2, 8, 8, 2 എണ്ണം പോയ 2, 8, 8, 18 ഇലക്ട്രോൺസ്. Br മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂറിൻ മൈനസ് എന്ന് പറയുമ്പോൾ ഫ്ലൂറിന്റെ കൂടെ ഒരെണ്ണം കൂടി, അപ്പൊ 10 ഇലക്ട്രോൺസ്.
ഫ്ലൂറിന് ഓൾറെഡി 9 അല്ലേ, അതിനോട് ഒരു ഇലക്ട്രോൺ കൂടുമ്പോൾ 10 ആയി. അപ്പം ഇതും എന്താ ഐസോ ഇലക്ട്രോണിക്. അതല്ലാത്തൊരു പേര് പറയാൻ പറഞ്ഞാൽ എന്താ ബിആർ മൈനസ്. ബിആർ മൈനസ് എന്ന് പറയുമ്പോൾ ഫ്ലൂറിനെക്കാളും കൂടുതലാണ്. അപ്പൊ അതിന് 35 വരും ഏകദേശം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ബ്രോമിൻ, അതായത് ഫ്ലൂറിന്റെ 9, അതിന്റെ തൊട്ട് താഴെ വരുന്ന ക്ലോറിൻ, അതിന് 17, അതിന്റെ ഏകദേശം ഇരട്ടിയായിട്ട് തന്നെ വരും. അതായത് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആറ്റോമിക് നമ്പർ 35. മനസ്സിലായോ? 35 എന്ന് പറയുമ്പോൾ 2, 8, 8 അങ്ങനെ അങ്ങനെ വരും. അപ്പൊ നമുക്ക് എന്താ കാൽസ്യവും 18, ഇതും എന്താ ഐസോ ഇലക്ട്രോണിക് അല്ല. ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത പേര് കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാ? Ca2+ and Br minus. Name one scale to express electronegativity of element. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. Name one scale to express the electronegativity of elements. ഏതാ? ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള സ്കെയിൽ എന്താ? പോളിംഗ് സ്കെയിൽ എന്ന് പറയും. പോളിംഗ് സ്കെയിൽ ഒരു ക്വസ്റ്റ്യൻ. why boron and oxygen has lower ionization enthalpy than expected? എന്താ? എടാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റണേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിട്ട് ഇങ്ങനെ എഴുതണേ. why boron has lower
അയോണൈസേഷൻ എൻതാൽപ്പി than beryllium. Than the usual trend across the period. Across the period ionization enthalpy എന്താ ചെയ്യുന്നത്? ionization enthalpy കൂടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ. അപ്പം ബെറിലിയത്തിനെക്കാളും അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കണം? ബോറോണിന് കൂടുതലായിരിക്കണോ കുറവായിരിക്കണോ? അതായത് ലിഥിയം, ബെറിലിയം, ബോറോൺ അക്രോസ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സൈസ് കുറയുന്നതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി കൂടും. പക്ഷേ ബെറിലിയത്തിനെക്കാട്ടിലും കുറവാ ബോറോൺ വരുന്നത്. അതിന്റെ കാരണം അതാണ് ചോദ്യം. അതെ, ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ഇവിടെ ഇങ്ങനെയും ചോദിക്കാം. why oxygen has lower ionization enthalpy than nitrogen? Than the usual trend across. അതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചു. ബെറിലിയത്തിന്റെ എന്താണ്? ബെറിലിയത്തിന്റെ എന്താ? ബെറിലിയം 4 അല്ലേ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം 4. 2 ബോറോണിന്റെ എത്രയാ? ബോറോണിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും 5, 2, 3 വരും അല്ലേ? ഓക്സിജന്റെ വരുമ്പോഴത്തേക്കും 8 വരും. അപ്പൊ 2, 6 വരും. നൈട്രജൻ വരുമ്പോഴത്തേക്കും 7, 2, 5 വരും. ഓക്കെ, നൈട്രജൻ ഓക്സിജന് കുറവാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഈ നൈട്രജന്റെ ഒരു ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ എന്താവും? ഹാഫ് ഫിൽഡ് ആവും. ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ സ്റ്റേബിൾ ആണ്. ശരിയല്ലേ? സ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എന്തായിരിക്കും? സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പാടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഓക്സിജനേക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ ആർക്കായിരിക്കും? നൈട്രജൻ. ഓക്സിജന് കുറവായിരിക്കും, ലോവർ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സെയിം റീസൺ തന്നെയാണ് ഇവിടെ. ഇത് പരീക്ഷയ്ക്ക് ഇത് ഈ ക്വസ്റ്റ്യൻ ഒരു കൊനസ്റ്റ് പോലെ ആയിരിക്കും ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യനകത്ത് അവര് boron and oxygen have lower ionization enthalpy than expected as compared to beryllium and nitrogen. രണ്ടും കൂടെ ഒറ്റ ഇതിനകത്താണ് ചോദിക്കുന്നത്. രണ്ടിന്റെ റീസൺ എന്ത് തന്നെ? ഒന്ന് തന്നെ. അതായത് ഷീൽഡിംഗ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്, അതൊന്നും എഴുതണ്ട, ഇത് എഴുതിയാൽ മതി. അതായത് boron has lower ionization enthalpy due to poor shielding effect of 2p electrons എന്നാണ് ശരിക്കും ഒക്കെ എഴുതുന്നത്. പക്ഷെ ലോജിക്കലി നമുക്ക് ഇങ്ങനെ പറയാം. എന്താ? ഹാഫ് ഫിൽഡ് ആവും. ഹാഫ് ഫിൽഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടെ പാടാവും. അപ്പൊ കൂടുതൽ അയണൈസേഷൻ എനർജി ഉപയോഗിക്കണം. ആർക്കാ? മറ്റവർക്ക്. മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനല്ല, അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പാടുള്ള ആളിനെയാണ് അയണൈസേഷൻ കൂടുതൽ എന്ന് പറയുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതൽ അയണൈസേഷൻ എനർജി കൊടുത്താലേ അവർ ഇലക്ട്രോണിനെ ഇളക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? മിക്കവാറും നൈട്രജനും ഓക്സിജനും തമ്മിലുള്ള കൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അതിന്റെ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. Beryllium has fully filled 2s
subshell, which is more stable, എന്ന് പറയാൻ അർത്ഥം എന്താ നോക്കിയേ, ബെർലിയത്തിന്റെ സബ്ഷെൽ എന്താ വരുന്നത്, ബെർലിയം 4, അപ്പൊ അതിന്റെ സബ്ഷെൽ എന്ത് വരും, 1s2 2s2 എന്ന് വരും. അപ്പം ഈ എസ് കംപ്ലീറ്റ്ലി ഫിൽഡാ, സ്റ്റേബിളാ, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പാടാ, കൂടുതൽ അയണൈസേഷൻ എനർജി ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഇവിടോട്ട് വരുവാണെങ്കിലോ, in case of boron, that is 1s2 2s2 2p1, എന്താ 2p1, ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എന്താ എളുപ്പമാണ്. അതായത് കാരണം ഇതെന്താ മൂന്നാമത്തെ ഷെല്ലിൽ കയറി, മാത്രമല്ല ഇതിനകത്ത് 6 വരെ ഉൾക്കൊള്ളും, പക്ഷെ ഒരെണ്ണേ ഉള്ളൂ. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എന്താ എളുപ്പമാണ്. അപ്പൊ ഇൻ കേസ് ഓഫ് ബോറോൺ, ഇലക്ട്രോൺ in the p subshell can be removed easily. So low ionization. Than beryllium. നൈട്രജന്റെ കേസ് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നൈട്രജന്റെ കോൺഫിഗറേഷൻ എത്ര, 1s2 2s2 2p3 ആണ്, 4 3 7 അല്ലേ. ഈ പിയിൽ ഇപ്പൊ എത്ര ഉണ്ട്, 3. പിയിൽ അപ്പം ഹാഫ് ഫിൽഡ് എത്രയാ, പിയിൽ 6 തരണം, ഹാഫ് ഫിൽഡ് എത്രയാ, 3 വന്നിട്ടില്ലേ, 3 വന്നിട്ടില്ലേ ഇവിടെ, ഹാഫ് ഫിൽഡ് അല്ലേ, ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ അല്ലേ. അതായത് നൈട്രജൻ ഹാസ് ഹാഫ് ഫിൽഡ് p subshell, hence stable, require more ionization energy than എന്താ ഓക്സിജന്റെ എത്ര ഇലക്ട്രോൺ കാണുന്നുണ്ട്, 1s2 2s2 2p4 അല്ലേടാ, മൊത്തം 8 അല്ലേടാ അല്ലേ. അപ്പൊ ഇനി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനും വലിയ പ്രശ്നമില്ല, കാരണം ഹാഫ് ഫിൽഡ് ആക്കണേ ഒരു ഇലക്ട്രോണെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം, മനസ്സിലായോ. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ റീസൺ. ഇത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എഴുതാം. ഇത് പല രീതിയിലായിരിക്കും കേട്ടോ ചോദിക്കുന്നത്, അപ്പൊ ആൻസർ ഒക്കെ ഒരു കൺസെപ്റ്റ് തന്നെയുള്ളൂ. സ്റ്റേബിള് ഇതിനകത്ത് കമ്പയർ ചെയ്ത് പറയണം. ഓക്സിജൻ നൈട്രജൻ വെച്ച് നോക്കുവാണെങ്കിൽ സാധാരണ നൈട്രജൻ കഴിഞ്ഞല്ലേ ഓക്സിജൻ വരുന്നത്. നൈട്രജൻ കഴിഞ്ഞ് ഓക്സിജൻ വരുമ്പോൾ നൈട്രജന്റെ അയണൈസേഷൻ എന്തൽപിയെക്കാളും കൂടുതലായിരിക്കണമായിരുന്നു ഓക്സിജന്റേത്. പക്ഷെ ഇവിടെ കുറവ് വന്നു, സാധാരണ നോർമൽ ട്രെൻഡിൽ നിന്ന് വ്യത്യാസം വന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ പാടാണ്. നേരെ മറിച്ച് ഇത് ഹാഫ് ഫിൽഡ് ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണെ കൂടെ റിമൂവ് ചെയ്താലേ ഓക്സിജനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം, മനസ്സിലായോ. അപ്പൊ അയണൈസേഷൻ എനർജി അവിടെ മറ്റേതിനെക്കാളും കുറവായിരിക്കും. ശരിക്കും കൂടുതലായിരുന്നു ആകട്ടെ, അതിന്റെ റീസൺ ആണ് ഈ പറയുന്നത്. ബെർലിയവും ബോറോണും സെയിം തന്നെ. കാരണം അക്രോസ് എ പീരീഡ് എന്താ സംഭവിക്കുന്നത്, അയണൈസേഷൻ എനർജി എന്തുവാ ചെയ്യുന്നത്, അക്രോസ് എ പീരീഡ് അയണൈസേഷൻ എനർജി എപ്പോഴും കുറയുക ചെയ്യുന്നത്, അക്രോസ് എ പീരീഡ് അയണൈസേഷൻ എനർജി കൂടുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആ ഭാഗത്ത് മാത്രം കുറയുന്നു. അതിന്റെ കാരണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മർത്തോമക്കാർക്ക് എന്നായിരുന്നു കെമിസ്ട്രിയുടെ എക്സാം? മറ്റന്നാള്.
പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക, ഇക്വിലിബ്രിയത്തിന് പ്രിഫറൻസ് കൊടുക്കുക, അതേപോലെ തന്നെ ഹൈഡ്രോ കാർബൺസും ഓർഗാനിക് കെമിസ്ട്രി, അത് 2 ചാപ്റ്റർ. പിന്നെ ഒരെണ്ണം കൂടെ റെഡോക്സ് റിയാക്ഷൻ, അതിനകത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും ചാപ്റ്ററിന് കൂടുതൽ പ്രിഫറൻസ്, ബാക്കിയുള്ളതൊക്കെ പഠിക്കണമെന്നാണല്ല പറഞ്ഞത്, ബാക്കിയൊക്കെ പഠിക്കണം. ഏതാ അതായത്